ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രിസ്മസ് ഒക്കെ നാട്ടിൽ ആഘോഷിക്കാമെന്ന് വെച്ചു. അപ്പോൾ മോർണിംഗ് തന്നെ വന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. അപ്പോൾ ചെറിയൊരു കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ ബോർഡ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ഈ ഫ്ലൈറ്റ് ഇപ്പം ഒരു ഹാഫ് ആൻ അവറോളം ലേറ്റ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇനി നമുക്ക് അബുദാബിയിൽ നമുക്ക് ലേവറുണ്ട്. അവിടെ ഇനി നമുക്ക് ഓടിപ്പിടിച്ച് പോകേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയിലാണ് ഞങ്ങളിപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവസാനം ബോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സോ അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് ഫ്ലൈറ്റിൽ കയറി അവിടെ എന്തൊക്കെയാണ് നമുക്ക് സാധനങ്ങൾ കിട്ടിയിരിക്കുന്നത് അതൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ഈ സ്ക്രീനിലൊക്കെ നോക്കിയിരുന്നു. അതിന് ശേഷം എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്ന പൗച്ചിലൊന്നും അറിയാൻ വേണ്ടിയിട്ട് പൗച്ചെടുത്തു. അങ്ങനെ ആ പൗച്ചിൻ്റെ അകത്ത് ഇയർബഡ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടായിരുന്നു, പിന്നെ ഹാൻഡ് ക്രീം ഉണ്ടായിരുന്നു, ചെറിയൊരു ലോഷൻ. സോ അതുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ ഒരു പൗച്ചിൻ്റെ അകത്ത് ഒരു സ്ലീപ്പിംഗ് മാസ്ക്. ഇത്രയായിരുന്നു മെയിനായിട്ട് ആ പൗച്ചിലുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ആ പൗച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ആ പൗച്ച് തുറന്ന് അതൊരു വലിയ കവറാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞത്. ഞാൻ ആദ്യം ഒരു ഡൗട്ട് അടിച്ച് ചുമ്മാ പറഞ്ഞതായിരിക്കുമെന്ന് വിചാരിച്ചു. പിന്നെ ആളത് തുറന്ന് എന്നെ അത് നിവർത്തി മുഴുവനായിട്ട് കാണിച്ചു. നിങ്ങൾക്ക് അറിയാമായിരുന്നോ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും ഫ്ലൈ ചെയ്തെങ്കിലും എനിക്ക് ഇത്രയും വലിയ ആ ഒരു ചെറിയ പൗച്ച് ഇത്രയും വലിയൊരു കവറാക്കി മാറ്റാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാനത് കണ്ടു. എനിക്കതൊരു പുതിയൊരു നോളജായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പം പിന്നെ ബാക്ക് ടു അതുപോലെ തന്നെ മടക്കി ആ ചെറിയ പൗച്ചാക്കി തന്നെ തിരിച്ചും തന്നു. സോ എനിക്കത് വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടായൊരു കാര്യമായിരുന്നു. എനിക്കത് പുതിയൊരു കാര്യമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ഹെഡ്സെറ്റാണ്. അങ്ങനെ നിങ്ങൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുക്കണമല്ലോ. ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഇരുന്നപ്പം ഇനി വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ, എല്ലാം സെറ്റായോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ ഇരുന്ന് എല്ലാവരും സെറ്റായി. ഇനി നമുക്ക് ഫ്ലൈറ്റിൽ അവരെന്തൊക്കെയോ ലാസ്റ്റ് ചെക്കിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ നമ്മളിനി ഫ്ലൈ ചെയ്യാൻ പോവുകയാണ്. സോ ആ ടൈമിൽ ഞാനിങ്ങനെ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്തൊക്കെയാണ് കാണാൻ പറ്റുക എന്നുള്ളത്. സാധാരണ ചില ഫ്ലൈറ്റുകളിൽ നിന്നും പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നുമില്ലായിരിക്കും. നമുക്ക് ഈ ലോങ് അവർ ഫ്ലൈറ്റ് ആകുമ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാനില്ലെങ്കിൽ നമ്മൾ ബോറടിക്കില്ലേ. സോ അതുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ വരുമ്പോൾ എനിക്കറിയേണ്ടത് എന്തൊക്കെയാണ് ഈ സ്ക്രീനിൽ കാണാൻ പറ്റുക, നമ്മുടെ എന്തെങ്കിലും മൂവീസ് ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ആദ്യം തന്നെ നോക്കി വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. സോ അതുകൊണ്ട് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കുറേ മൂവീസുണ്ട്. മൂവീസിൻ്റെ അകത്ത് മിക്ക മൂവീസും ഞാൻ ആക്ച്വലി കണ്ടതൊക്കെ തന്നെയാണ്. ഞാനിങ്ങനെ കുറേ നേരം അത് സ്ക്രോൾ ചെയ്തിട്ടാണ് ഒരു മൂവി സെലക്ട് ചെയ്തത്. ആക്ച്വലി ഇത് നമ്മുടെ ഇന്ത്യൻ മൂവീസ് എന്തൊക്കെയാണോ ഉള്ളതെന്നാണ് കാണിക്കുന്നത്. സോ ഈ മൂവീസൊക്കെ ഒരുപാട് പുതിയതൊന്നും പറയാൻ പറ്റില്ല, ഒരുപാട് പഴയൊന്നും പറയാൻ പറ്റില്ല. സോ അങ്ങനത്തെ മൂവീസൊക്കെ ഉണ്ട്. ജയിലർ, പിന്നെന്താണ് അങ്ങനത്തെ മൂവീസ്. ജയിലറൊക്കെ അധികം പഴയതൊന്നും അല്ലല്ലോ. സോ അങ്ങനത്തെ മൂവീസൊക്കെ കുറേ ഉണ്ട്. മലയാളം മൂവീസ് വന്നപ്പോൾ അതിനകത്ത് ഗരുഡനൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു മൂവി സെലക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ടേക്ക് ഓഫിൻ്റെ ഒരു ടൈം വന്നത്. സോ അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കിട്ടി. സോ ഫുഡൊക്കെ നല്ല സൂപ്പർ ഫുഡായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് നല്ലൊരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാൻ പറ്റിയത്. സോ അങ്ങനെ സൺസെറ്റൊക്കെ ആസ്വദിച്ചങ്ങനെ ഇരുന്നപ്പോഴേക്കും നമ്മുടെ
മാപ്പിൽ നമ്മുടെ ഈ സ്ഥലം, നമ്മളിപ്പോൾ പോകുന്ന സ്ഥലമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പാരീസ് ടു അബുദാബി, അതാണ് ഞാൻ റെക്കോർഡ് ചെയ്യാൻ നോക്കിയത്. പക്ഷെ ഞാൻ എപ്പോൾ റിയാദിൻ്റെ അവിടം വരെ ചെല്ലുമ്പോഴേക്കും അവരെന്തെങ്കിലും അനൗൺസ്മെൻറ്റ് വരുത്തും, എനിക്കത് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സോ അവസാനം അവർ ജയിച്ചു, ഞാൻ തോറ്റു. ഞാൻ റിയാദ് വരെ എടുത്തു, പക്ഷേ ഇത് അബുദാബി വരെ പോകുന്നതാണ്. അങ്ങനെ നമ്മൾ ലേ ഓവറൊക്കെ പെട്ടെന്നായിരുന്നു, അതെല്ലാം ഓടിപ്പിടിച്ച് കഴിഞ്ഞ് അബുദാബിയിൽ നമ്മൾ ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. കയറിയപ്പോൾ തന്നെ നമുക്ക് ഫുഡ് കിട്ടി. സോ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പിയായിട്ട് ഇത്തിരി ക്ഷീണം കൊണ്ട് ഓടിപ്പിടിച്ച് വന്നതിൻ്റെ എന്നാലും ഓക്കെ ആയിട്ടിരുന്നു. അങ്ങനെ നമ്മൾ നാട്ടിലെത്തി. ഇനി നമ്മൾ നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് കാണാം.